ഇവിടെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കന്നിക്കൂറുകാർക്ക് 7ാം ഭാവത്തിലാണ് ശനീശ്വരൻ നിൽക്കുന്നത്. അത് കണ്ടകശനിയായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ നിവർത്തി സ്ഥാനാണ്. പക്ഷെ 7ാം ഭാവാധിപനായിരിക്കുന്ന വ്യാഴമാണ് 11ൽ പോയി നിൽക്കുന്നത്, കർക്കിടകത്തില്. അപ്പൊ അവർക്ക് ഏറ്റവും നല്ലൊരു ഭാവമാണ്. അപ്പൊ നിവർത്തി സ്ഥാനത്തിന്റെ അധിപതിയാണ് 11ാം ഭാവത്തിൽ പോയി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ശനീശ്വരനെയും നന്നായിട്ട് പ്രാർത്ഥിക്കണം, വ്യാഴത്തെയും നന്നായി പ്രാർത്ഥിക്കണം. 7ല് എല്ലാ തടസ്സങ്ങളും, എന്ത് കാര്യത്തിനും തടസ്സം വരുന്നതാണ് ശനി, അതാണ് കണ്ടകശനി. അപ്പോ ആ ശനീശ്വരനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. ശനിയെ പേടിക്കേണ്ടതൊന്നുമില്ല. ശനിയാഴ്ച ദിവസം നമ്മൾ വ്രതം എടുക്കുക. പിന്നെ ശനീശ്വരന്റെ കാക്കയ്ക്ക് നമ്മൾ ഇത്തിരി പച്ചരിയും ശർക്കരയും എള്ളും കൂടിയിട്ടുള്ള ഒരു ഇത് ഉണ്ടാക്കി, ഏറ്റവും ഫസ്റ്റ് തന്നെ രാവിലെ നേരത്തെ എണീറ്റ് അത് ഉണ്ടാക്കി അതിൽ നിന്ന് കുറച്ച് നമ്മൾ കഴിച്ച് ബാക്കി അവിടെ ഭഗവാന് സമർപ്പിക്കുക. ശനീശ്വരനെ പുറത്ത് വെക്കുക. ഏത് കാക്കയോ പ്രാവോ ആര് വേണമെങ്കിൽ എടുക്കട്ടെ. അങ്ങനെ അത് ചെയ്ത് കഴിഞ്ഞാലാകുമ്പോൾ നമുക്ക് ഇവിടെ നിവർത്തി സ്ഥാനത്ത് വ്യാഴം നല്ല ബലവാനായിട്ട് നിൽക്കുന്നുണ്ട്.